നിരന്തരം മനുഷ്യരാവണം. ഇന്ന് നിങ്ങൾ മനുഷ്യരാവാൻ എന്താ ചെയ്ത? നിങ്ങൾ ഇന്ന് മനുഷ്യരാവാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ഇന്ന് നിങ്ങൾ മനുഷ്യരാവൂ. ഇന്ന് ഉച്ചവരെ നിങ്ങൾ ഒരു ക്ലാസ് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ മനുഷ്യരായി. അല്ലാതെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റു, വിസർജനം നടത്തി, ഭക്ഷണം കഴിച്ചു, അല്ലെ, കുളിച്ചു, കിടന്നുറങ്ങി, ഈ പണി മാത്രം എടുത്താൽ നിങ്ങൾ മനുഷ്യരാവില്ല. കാരണം അതെല്ലാം മൃഗങ്ങൾ കുളിക്കുന്നില്ലെങ്കിലും ബാക്കി ശരീരത്തിന് വേണ്ടി എല്ലാം ചെയ്യുന്നില്ലേ? ശരീരത്തിന് വേണ്ടി മാത്രം ജീവിച്ചാൽ നിങ്ങൾ മനുഷ്യരാവുന്നില്ല, മൃഗമേയാവൂ. നിങ്ങൾ മനുഷ്യനാവുന്നത് നിങ്ങൾ ഈ സോഫ്റ്റ്വെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്. ആ സോഫ്റ്റ്വെയറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ എന്താ മാർഗം? നിങ്ങൾ ചിരിക്കണം, ചിന്തിക്കണം, പാട്ടുപാടണം, സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കണം. ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് പ്ലസ് ചെയ്യണം. എന്താ ഈ പ്ലസ്? A+ വേണ്ടേ? +1 പഠിക്കുന്നില്ലേ? +2 പഠിക്കുന്നില്ലേ? പ്ലസ് എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ വികാസത്തിന്റെ പ്രതീകമാണ്. ഇപ്പൊ ഫുൾ A+ സർട്ടിഫിക്കറ്റും വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ പട്ടി കടിക്കാം. അപ്പൊ പട്ടിയോട് ഞാൻ ഫുൾ A+ എന്നെ കടിക്കല്ല എന്ന് പറഞ്ഞാൽ പട്ടി ഫുൾ A+ ആയതുകൊണ്ട് അയ്യോ നല്ല വെക്കനാ അതുകൊണ്ട് കടിക്കണ്ടെന്ന് വെച്ച് പോവോ? നായ്ക്ക് എന്ത് ഫുൾ A+? ചാൻസ് കിട്ടി ആരെയും കടിക്കൂലേ പട്ടി? അല്ലേ? ജഡ്ജിനെ കടിച്ച വാർത്ത കണ്ടിട്ട് അല്ലേ? അപ്പൊ പട്ടി കടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മരത്തുമ്മ ഓടി കയറാൻ പഠിക്കണ്ടേ? മരത്തിൽ കയറുന്നത് ഇങ്ങനെയല്ലേ? ഇങ്ങനെയുള്ളൊരു വര അടവൊക്കെ ആ മറന്നുപോലെ. മഴവെള്ളം വന്ന് വെള്ളം കയറിയാൽ നമ്മൾ എന്ത് ചെയ്യണം? നീന്തണ്ടേ? നീന്തൽ ഇങ്ങനെയല്ലേ? അപ്പൊ മരത്തുമ്മ കയറുന്നത് ഇങ്ങനെ, നീന്തൽ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെയും വരച്ചാ എന്താ? പ്ലസ് പിടിക്കുക. നിങ്ങൾ ജീവിതം A+ ആവണമെങ്കിൽ മരത്തുമ്മ കയറാനും പഠിക്കണം, നീന്താനും പഠിക്കണം. വേണ്ടേ? ഇത്രയും മഴയും പുഴയും പ്രളയവും നടക്കുന്ന ഈ കേരളത്തിൽ 10ാം ക്ലാസ്സിൽ എത്തുന്നതിലിടക്ക് തന്റെ കുട്ടിയെ നീന്താൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കുക, ഈ അച്ഛൻ എന്ത് കൊച്ചനാ? ഞങ്ങൾ ഇത്ര കാലമായിട്ട് നീന്തം പഠിപ്പിച്ചോ എന്ന് ചോദിക്കണം. നീന്തം പഠിപ്പിക്കുന്നത് വെള്ളത്തിൽ വീണാൽ രക്ഷപ്പെടാൻ മാത്രമല്ല കേട്ടോ. നീന്തൽ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യത്തിലൊന്നാണ്. ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ പോവുക, വെള്ളത്തിന്റെ ഉള്ളിലൂടെ ഈ മത്സ്യങ്ങൾ ഇങ്ങനെ സൈഡിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അതിന്റെ നടുക്കൂടെ മുങ്ങി നീന്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമില്ലേ? ആ സുഖം ഈ ജന്മം അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ മനുഷ്യനായ? എന്തൊരു സുഖാന്നറിയോ? അതുകൊണ്ട് നീന്താൻ പഠിക്കണം, സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം, മരത്തിൽ കയറാൻ പഠിക്കണം. ഇതെല്ലാം ചേരുമ്പോൾ മാത്രമേ നമ്മൾ പ്ലസ് ആവുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോ നിമിഷവും പ്ലസ് ആവണം. ഇന്നലെ ഇല്ലാത്ത എന്തെങ്കിലും ഒരു നൈപുണി ഇന്ന് നേടിയിരിക്കണം. അതിനെങ്ങനെയാണ് നിങ്ങൾ നേടുക? പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രവേശന കവാടം മാത്രമാണ്. പാഠപുസ്തകം എന്ന് പറയുന്നത് അറിവിലേക്ക്, നൈപുണിയിലേക്കുള്ള ഒരു വാതിലാണ്. നിങ്ങൾ ആ വാതിലിൽ നിൽക്കുകയാ എല്ലാവരും. ആ വാതിലിലൂടെ അകത്ത് കടക്കൂ. ഈ പ്രപഞ്ചത്തിൽ അത്ഭുത പ്രതിഭാസങ്ങളുണ്ട്. ആ അത്ഭുത പ്രതിഭാസങ്ങൾ നിങ്ങൾ ഓരോ കുട്ടിയും വന്നത് അത്ഭുതകരമായ പ്രതിഭാസമായിട്ടാണ്. നിങ്ങൾ വരുമ്പോ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? വെറും കൈയോടെ ജനിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ല. ഏതെങ്കിലും കുട്ടി ജനിക്കുമ്പോ കൈ ഇങ്ങനെയാണ് ഉണ്ടാവോ? ഇങ്ങനെ ഉണ്ടാവോ? എങ്ങനെ ഉണ്ടാകുക? ജനിച്ചു വീഴുമ്പോ കുട്ടിയുടെ കൈ എങ്ങനെയാ? ഇങ്ങനെയല്ലേ ഉണ്ടാകുക. അപ്പൊ എന്തോ കൊണ്ടുവന്നിട്ടില്ലേ? എന്താ കൊണ്ടുവന്ന? കിൻഡർ ജോയിയാ? ഡയറി മിൽക്കാ? ഒന്നുമല്ല. കുട്ടി വരുമ്പോ കൊണ്ടുവന്നത് എന്താണെന്ന് അവൻ നാട്ടുകാരോട് വിളിച്ചു പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടോ? അവൻ കരയുന്നില്ലേ? സാധാരണ നമ്മൾ കരയാ ഒന്നെങ്കിലും സങ്കടം കൊണ്ട്, അല്ലെ വിശന്നിട്ട്, അല്ലെങ്കിലും പേടിച്ചിട്ട്, അല്ലേ? കുട്ടി ജനിച്ച ഉടനെ കരയുന്നത് ഇസ്രായേലും ഗാസയും തമ്മിൽ യുദ്ധം ഉണ്ടല്ലോ എന്ന് പേടിച്ചിട്ടാണ്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിട്ടാണ്? ഒന്നല്ല. ആ കരച്ചൽ അവൻ വിളിക്കുക. അവന്റെ ഭാഷ നമുക്ക് അറിയാനിട്ടാ. അവൻ വിളിക്കുക, അച്ഛാ, അമ്മേ, പഞ്ചായത്ത് മെമ്പറേ, ഒടിവാ, ഞാനിതാ പാട്ടുപാടാനുള്ള കണ്ഠം കൊണ്ടുവന്നിരിക്കുന്നു, ചിത്രം വരയ്ക്കാനും കവിത എഴുതാനുള്ള വിരലുകൾ കൊണ്ടുവന്നിരിക്കുന്നു, സ്നേഹിക്കാനുള്ള ഹൃദയം കൊണ്ടുവന്നിരിക്കുന്നു, ചിന്തിക്കാനുള്ള തലച്ചോറ് കൊണ്ടുവന്നിരിക്കുന്നു, അധ്വാനിക്കാനുള്ള കൈകൾ കൊണ്ടുവന്നിരിക്കുന്നു, നൃത്തം ചെയ്യാനുള്ള കാലുകൾ കൊണ്ടുവന്നിരിക്കുന്നു. ആരുവാങ്ങും ഇന്നാരുവാങ്ങും ആരാമത്തിന്റെ രോമാഞ്ചം. ഇതാ കുട്ടിയുടെ നിലവിളി. അപ്പൊ അച്ഛന്റെ അമ്മേന്റെ പണി എന്താ?
അച്ഛന്റെ അമ്മേന്റെ പണി അത് ഏറ്റുവാങ്ങലായി. എനിക്ക് തരൂ പഞ്ചാര പാല് മിഠായി, പുഞ്ചിരി പഞ്ചാര പാല് മിഠായി. ഏറ്റുവാങ്ങാൻ ആളില്ലാതിരിക്കുമ്പോൾ, അവൻ കൊണ്ടുവന്നത് ആരും ഏറ്റെടുക്കാതിരിക്കുമ്പോൾ അവൻ ആ കൈ ചുരുട്ടി പിടിച്ചിട്ട് ഈ സമൂഹത്തെ ഇടിക്കും. ആ കയ്യിൽ ബോംബെടുക്കും, കത്തിയെടുക്കും. അങ്ങനെ സർഗാത്മകതയെ ഏറ്റുവാങ്ങാൻ ആളില്ലാത്തപ്പോഴാണ് നമ്മുടെ കുട്ടികളിൽ ക്രിമിനൽ വാസന വളരുന്നത്. അതുകൊണ്ട് എന്താ വേണ്ടേ? പാട്ടുപാടുന്ന വീടുണ്ടാകുക. നിങ്ങളുടെ വീടിന്റെ ചുമരുകൾ അപ്പെക്സ് അൾട്ടിമ കമ്പനിക്ക് വേണ്ടിയല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാ. ക്രയോൺസ് വാങ്ങുക, പെൻസിൽ വാങ്ങുക, വീട്ടിലെ ചുമരുമ്പൽ ആവുമ്പട്ടും വരച്ചിടുക. കുട്ടികളുള്ള വീട്ടിലെ ചുമര് വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ സർഗാത്മകതയില്ല എന്നർത്ഥം. കുട്ടികളുള്ള വീട്ടിൽ ചുമരുകളെല്ലാം നല്ല ചിത്രങ്ങൾ കൊണ്ട്, അത് നല്ല വൃത്തിയൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ ആദ്യത്തെ ചിത്രങ്ങളെല്ലാം അബദ്ധമായിരിക്കും. ആ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലെ കുട്ടിയുടെ മനസ്സ് സർഗാത്മകമാണ്. എന്നാൽ ഏടിയെങ്കിലും കരിക്കറ്റോണ്ടൊരു ചുമരുമല് വരച്ചെങ്കിൽ അവിടെ വൃത്തിയാക്കി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രക്ഷിതാക്കളില്ലേ, അവരാണ് ക്രിമിനലുകൾ. എന്റെ ചുമര് വൃത്തിയേടാക്കി എന്ന് പറയുന്നു. കാരണം ഈ കുട്ടിയെ ക്രിമിനലാക്കിയത് അവരാണ്. സർഗാത്മകതയുടെ ഒഴുക്കാണ്. കുട്ടികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കണം. അവൻ വീട്ടിൽ നിന്ന് പാട്ടുപാടട്ടെ. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എല്ലാം വട്ടത്തിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ നൈപുണി വികസിക്കുന്ന എവിടുന്നാന്നറിയോ? ക്ലാസ് റൂമിൽ നിന്നല്ല. നിങ്ങളുടെ ജീവിത നൈപുണി വികസിക്കുന്നത് വീട്ടിലെ ബെഡ്റൂമിൽ നിന്നല്ല. ജീവിത നൈപുണി വികസിക്കുന്നത് നിങ്ങളുടെ വീട്ടിന്റെ വരാന്തയിൽ നിന്നാണ്. വീട്ടിലെ വരാന്തയിലേക്ക് ഇറങ്ങുക. അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവുക, അപ്പൂപ്പനും അമ്മൂമ്മയും അമ്മായിയും അമ്മാവനും ഉണ്ടാവുക. എന്നിട്ട് മുറ്റത്തൂടെ പറക്കുന്ന കിളികളോടും പൂമ്പാറ്റകളോടും മുറ്റത്ത് പൂത്തു നിൽക്കുന്ന പൂക്കളോടും സംസാരിക്കുക. അത്തരത്തിൽ സർഗാത്മകതയുടെ സൃഷ്ടികർത്താക്കളായിട്ട് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറുക. നിങ്ങളുടെ കുടുംബത്തിൽ ഡെമോക്രസി ഉണ്ടോ? അതാണ് ചോദ്യം. രക്ഷിതാക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പറെയും MLA-യും MP-യെയും തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള വോട്ട് ചെയ്യലല്ല. അത് ചെറിയ പണി മാത്രമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം ഡെമോക്രാറ്റിക് ആവണം. അവിടെ എല്ലാവരും പറയുന്നത് എല്ലാവരും കേൾക്കണം. പരസ്പരം ഡിസ്കസ് ചെയ്യുന്ന കുടുംബം ഉണ്ടാകണം. അവിടെ വെച്ചിട്ടാണ് കുട്ടികളുടെ കഴിവ്. എല്ലാ ദിവസവും പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, നിങ്ങൾ അരമണിക്കൂർ മൊബൈൽ ഫോൺ പൂട്ടുക, TV പൂട്ടുക, റേഡിയോ പൂട്ടുക, എല്ലാം പൂട്ടിയിട്ട് അരമണിക്കൂർ വട്ടത്തിലിരുന്ന് കണ്ണിൽ നോക്കി വർത്തമാനം പറയുക. അവിടെ വെച്ച് പാട്ടുപാടുക. അച്ഛനും പാട്ടുപാടുക, അമ്മയും പാട്ടുപാടുക, ഡാൻസ് കളിക്കുക, കടങ്കഥകൾ ചോദിക്കുക, കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുക. കൂട്ടുംതോറും കുറയുന്ന സാധനം എന്താ? കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന എന്താ? മനസ്സോ? കൂട്ടുമ്പോ കുറഞ്ഞു വരുന്ന എന്റെ നാട്ടിൽ അതിന് പറയും കൂട്ടാനില്ലേ, കറിക്ക് കൂട്ടാൻ പറയില്ലേ. ചോറിനോട് കൂട്ടുംതോറും കുറഞ്ഞു വരൂലേ കറി. ഇത് നിങ്ങൾ ഒരു കുട്ടിക്ക് പോലും അത് അറിയില്ല. നിങ്ങളുടെ കുടുംബ സദസ്സുകൾ കുസൃതി ചോദ്യങ്ങളും കടങ്കഥകളും ചോദിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളുടെ ഇന്റലിജൻസ് കോഷ്യന്റ് വേണ്ട രീതിയിൽ വളരില്ല. മാഷന്മാർ പഠിപ്പിച്ചത് ബൈകാട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല. മാഷന്മാർ പഠിച്ചത് മാത്രം പഠിക്കാൻ സ്കൂളിൽ പോണ്ട. മാഷന്മാർക്ക് അറിയാത്തത് പഠിക്കണം. വെളുക്കുമ്പോ കറക്കും, കറക്കുമ്പോ വെളുക്കും. എന്താ? വെളുക്കുമ്പോ കറക്കും, കറക്കുമ്പോ വെളുക്കും. എന്താ? അറിയില്ല. ഇവിടെ പാല് നേരം വെളുക്കുമ്പോ കറക്കൂലേ, കറക്കുമ്പോ പാല് വെളുക്കൂലേ. കറക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പശുവിനെ കറക്കുക. നേരം വെളുക്കുമ്പോ കറക്കും, കറക്കുമ്പോ വെളുക്കും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മളെ നാട്ടിൽ പോപ്പുലറായിരിക്കുന്ന കുസൃതി ചോദ്യങ്ങളാണ്. ആ കുസൃതി ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ ഈ കുട്ടികൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് അടികിട്ടണം. രക്ഷിതാക്കൾ വളരെ മോശമാണ്. എങ്ങനെ? നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ശരീരത്തിന്, നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട് ശരീരത്തിന്, നല്ല കിടക്ക വാങ്ങി കൊടുക്കുന്നുണ്ട് ശരീരത്തിന്, നല്ല കക്കൂസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ശരീരത്തിന്. എന്നാൽ നല്ല കവിത ചൊല്ലാറുണ്ടോ? അതാണ് ചോദ്യം.
നല്ല കവിത ചൊല്ലാറുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താ? ബിരിയാണി അല്ലേ? ബിരിയാണി എന്നല്ലേ പറഞ്ഞേ? ചോറ്, ബിരിയാണി. ബിരിയാണി പുഴുങ്ങും, ബിരിയാണി പാർസൽ വാങ്ങും, ബിരിയാണി ഹോട്ടലിൽ പോയി തിന്നും. എന്നാൽ കാസർഗോഡുള്ളവര് സന്തോഷ് ഉണ്ടാക്കിയ ബിരിയാണി എത്ര കുട്ടികൾ കണ്ടിട്ടുണ്ട്? ഒന്ന് കൈവക്കുക. സന്തോഷ് ഏച്ചിക്കാനത്തുള്ള സന്തോഷ് ഉണ്ടാക്കിയ ബിരിയാണി കണ്ടവരൊന്ന് കൈവക്കുക. 1 2 കൈ പൊക്കി പിടിക്കുക, ധൈര്യത്തെ പൊക്കി പിടിക്കും. 3 4 5 നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈവൊക്ക്, രക്ഷിതാക്കൾക്കും കൈവൊക്കാം. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി മലയാളികൾ ഉള്ളിടത്തെല്ലാം കഴിഞ്ഞ് 5 കൊല്ലമായി ചർച്ച ചെയ്യുക. അതാകെ കണ്ടത് 7 വിദ്യാർത്ഥികളും 3 രക്ഷിതാക്കളും മാത്രമാണ്. ഈ കാസർഗോഡുകാരൻ സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടത് ഈ കാസർഗോഡുള്ള കുട്ടികൾ വളരെ അപൂർവമാണ്. അവിടെയാണ് നമുക്ക് പിഴച്ചത്. ആ ബിരിയാണി എന്ന് പറയുന്ന കഥ വായിച്ചാൽ മതി. ജീവിതത്തിന്റെ നൈപുണിയുടെ എന്റെയോ 100 ക്ലാസ് കേട്ടതിനേക്കാൾ ആ കുട്ടിക്ക് ഫലം ചെയ്യും ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥ വായിച്ചാൽ, അല്ലെ? ഒറ്റ കഥ വായിച്ചാൽ ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് കുട്ടികൾക്ക് ബോധ്യമാവും. അതുകൊണ്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കുടുംബത്തിൽ നടക്കുന്നില്ല. ഇപ്പൊ നവരാത്രിക്ക് അമ്പലങ്ങളിൽ വഴിപാട് കഴിപ്പിക്കൂലേ നെയ്പായസം, അല്ലേ? നെയ്പായസം എന്ന മാധവിക്കുട്ടീന്റെ കഥ വായിച്ചവരൊന്ന് കൈവക്ക്. മാധവിക്കുട്ടീന്റെ നെയ്പായസം കണ്ടവര് 1 2 3 4 5 6 7 8 9 ആളാണ്, 10 ആളാണ്. ആ കഥ നിർബന്ധമായും ഇവിടെ രക്ഷിതാക്കളും കുട്ടികളും കൂടിയുള്ള സദസ്സാണ്. ആ കഥ നിർബന്ധമായും കുട്ടികളെ വായിപ്പിക്കണം രക്ഷിതാക്കൾ. ഞാൻ അമ്മമാരോട് പറയാ, നെയ്പായസം എന്ന് പറഞ്ഞ കഥ വായിച്ച കുട്ടി നിങ്ങളെ വൃദ്ധമന്ദിരത്തിൽ കൊണ്ടാക്കൂല. ഞാൻ 100% ഉറപ്പ് തരാം. ഉറപ്പാ. ആ കഥ വായിച്ചൊരു കുട്ടി. ജീൻവാൽ ജീൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ജീൻവാൽ ജീൻ കേട്ടിട്ടില്ല. വിക്ടർ ഹ്യൂഗോ കേട്ടിട്ടുണ്ടോ? പാവങ്ങൾ. ആ പാവങ്ങൾ എന്ന നോവൽ വായിച്ച ഒരു കുട്ടി, ഒരു മനുഷ്യനുണ്ടായിരുന്നുവെങ്കിൽ ആ മധു എന്ന് പറയുന്ന ആദിവാസി ചെറുപ്പക്കാരനെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ അടിച്ചു കൊല്ലുമായിരുന്നില്ല. പാവങ്ങൾ വായിച്ച ഒരാളില്ലാത്തതാ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് സോഫ്റ്റ് സ്കിൽ, സോഫ്റ്റ്വെയർ വികസിക്കാനുള്ള ഇടമായിട്ട് കുടുംബത്തെ മാറ്റണം. ജീവിതത്തിന്റെ നൈപുണി അറിയണം കുട്ടികൾ. എന്താ ജീവിതം? ജീവിതം എന്ന് പറയുന്നത് നമുക്ക് മൃഗങ്ങളെ പോലെ ഉണ്ണാനും ഉറങ്ങാനും വിസർജിക്കാനും വേണ്ടി മാത്രമുള്ളതല്ല. അതിനപ്പുറത്ത് ചിരിക്കാനും ചിന്തിക്കാനും പാട്ടുപാടാനും പ്രതികരിക്കാനും അന്വേഷിക്കാനും ചിന്തിക്കാനും ശാസ്ത്രം അന്വേഷിക്കാനും സത്യം കണ്ടെത്താനും വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യ ജീവിതം. അതിനെന്ത് വേണം? നിങ്ങളുടെ ചിന്തകൾ ഷെയർ ചെയ്യണം. ഈ ഡയറി ജനുവരി മാസമാകുമ്പോൾ ഉണ്ടാവും ഒരു ഡയറിക്ക് ഒരു ഓട്ടം. ഒരു ഡയറി തരുമോ? പഞ്ചായത്തുകാരെ കണ്ടാൽ, രാഷ്ട്രീയ നേതാക്കളെ കണ്ടാൽ എല്ലാം ഡയറി തരുമെന്ന് ചെയ്യും. ഈ ഡയറി വാങ്ങിക്കൊണ്ടുവന്ന് കാണുമ്പോൾ വിചാരിക്കും നിറയെ എഴുതി വെക്കാനാണ്. ഒരു വരി പോലും എഴുതൂല, വെറുതെ വീട്ടിൽ കൊണ്ടേ വെക്കാനാണ്. ഈ ഡയറിയിലെ എല്ലാ മക്കളും പഴയ ഡയറി സംഘടിപ്പിക്കുക. പുതിയത് വേണ്ട. 2023 ഡയറി ഉണ്ടാവും, 22 21 ഉണ്ടാവും. ആ ഡയറി സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം എഴുതി വെക്കുക. ആരെയും കാണിക്കണ്ട. തോന്നുന്നതെല്ലാം എഴുതി വെക്കുക. അതിനാണ് തോന്നിയാക്ഷരങ്ങൾ എന്ന് പറയുക. തോന്നിയാസല്ല, തോന്നിയ അക്ഷരങ്ങൾ എഴുതി വെക്കുക. നിങ്ങൾക്ക് സങ്കടം വരുമ്പോ ആ സങ്കടം എഴുതി വെക്ക്. സന്തോഷം വരുമ്പോ സന്തോഷം എഴുതി വെക്ക്. ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ അത് എഴുതി വെക്ക്. അസ്വസ്ഥതകൾ എഴുതി വെക്ക്. പുതിയ പുതിയ നല്ല ഐഡിയകൾ എഴുതി വെക്ക്. എന്നിട്ട് ആ എഴുതി വെച്ചത് ആരെയും കാണിക്കരുത്. അത് 5 കൊല്ലം കഴിയുമ്പോൾ പുഷ്പങ്ങളായി പൂമ്പാറ്റകളായി പറക്കുന്നത് കാണാം. ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങൾ 5 കൊല്ലം കഴിയുമ്പോ നിങ്ങൾ എഴുതി വെച്ചതെല്ലാം പൂമ്പാറ്റകളായി പറക്കുന്നു, കവിതകളായി മാറുന്നത് കാണാം. അതുകൊണ്ട് ഈ സംഗമത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾ ഒന്നുകിൽ കടയിൽ നിന്ന് ഒരു ഡയറി വാങ്ങി കൊടുക്കുക, അല്ലെ ആരോടും വായ്പ വാങ്ങി കൊടുക്കുക. ഈ ഡയറിയിൽ നിങ്ങളുടെ തോന്നിയ കാര്യങ്ങൾ, നിങ്ങളുടെ സർഗാത്മകതകൾ, നിങ്ങളുടെ സന്തോഷങ്ങൾ, നിങ്ങളുടെ ക്രൂരതകൾ, നിങ്ങൾക്ക് ഒരാളെ കൊല്ലണം തോന്നിയോ? അപ്പാടെ എഴുതി വെക്ക്.
എനിക്ക് ഇന്നയാളെ കൊല്ലണം തോന്നി, എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണമൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് എഴുതി വെക്ക്, അതല്ല എഴുതി വെക്ക്. അതാണ് പിന്നീട് കവിതകളായി മാറുന്നത്, കഥകളായി മാറുന്നത്. അതുകൊണ്ട് പഠിക്കുക. കുട്ടികൾക്കുണ്ടാവേണ്ട ആദ്യത്തെ നൈപുണി അവര് ചുറ്റുവട്ടം നിന്ന് പഠിക്കുക മാത്രമല്ല, അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കൽ കൂടിയാണ്. അവരുടെ സ്വപ്നങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ലഹരികൾ, അതെല്ലാം ഒഴുക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കലാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ജോലി. നിങ്ങളെല്ലാം വരുമ്പോ കൊണ്ടുവന്നില്ലേ, ആ കൊണ്ടുവന്നത് തനിയെ കത്തൂല. ഇവിടെ ഇതാ നോക്ക്, എല്ലാം നിങ്ങളെല്ലാം തീപ്പെട്ടിക്കൊള്ളി പോലെയാ. ഇതുകൊണ്ടാ തീപ്പെട്ടിക്കൊള്ളി പോലെ എന്ന് പറഞ്ഞേ? തീപ്പെട്ടിക്കൊള്ളിന്റെ തല കറുത്തിട്ടായത് കൊണ്ടാണോ നിങ്ങളെ തീപ്പെട്ടിക്കൊള്ളി പോലെ എന്ന് പറഞ്ഞേ? അല്ല, എല്ലാ തീപ്പെട്ടിക്കൊള്ളിയുടെയും തലയിൽ തീയുണ്ട് ഇല്ലേ? പക്ഷെ അത് തനിയെ കത്തുവോ? തീപ്പെട്ടിക്കൊള്ളിന്റെ ഇങ്ങനെ പിടിച്ചിട്ട് കത്തട്ടെ, ഇങ്ങനെ കത്തട്ടെ എന്ന് പറഞ്ഞാൽ കത്തുവോ? ഇല്ല. കത്തണമെങ്കിൽ എന്ത് വേണം? തീപ്പെട്ടിക്കൂടിന് ഒരസം വേണ്ടേ? നിങ്ങളുടെ ഉള്ളിലെല്ലാം തീയുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അറിവിന്റെ, പ്രതിഭയുടെ തീയുണ്ട്. ആ തീ കത്തണമെങ്കിൽ നിങ്ങളെന്ത് വേണം? നിങ്ങളത് തീപ്പെട്ടിക്കൂടിന് വരസണം. ഇവിടെ വന്ന് പാട്ടുപാടണം. ഇതാ തീപ്പെട്ടിക്കൂടാനുണ്ട്. നിങ്ങളുടെ സ്കൂളിലെ വിദ്യാരംഗമുണ്ട്, നിങ്ങളുടെ സ്കൂളിലെ കലോത്സവമുണ്ട്. അതിന്റെ രസം പുരട്ടിയിരിക്കുന്ന ഭാഗമാണ് ഈ സ്റ്റേജ്. അവിടെ ഒന്ന് വരക്കണം, പാടണം. ആദ്യം തന്നെ നല്ല പാട്ട് പാടാൻ പറ്റുമായിരുന്നു. ആദ്യത്തെ ചിത്രം നല്ല ചിത്രമാകുമോ? അല്ല. പണ്ട് തിരുവനന്തപുരത്ത് ആകാശവാണി നിലവിലുണ്ടായിരുന്ന കാലത്ത്, അന്ന് കണ്ണൂരും കോഴിക്കോടൊന്നും റേഡിയോ ഇല്ല. അപ്പൊ ഒരു പയ്യൻ നന്നായി പാട്ട് പാടുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞോടാ, നിനക്ക് ആകാശവാണി ചാൻസ് കിട്ടും, നീ ഒന്ന് പോയി നോക്കൂ. ആകാശവാണിയിൽ ചാൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് ഭയങ്കര കാര്യമാണ്. ഇവൻ ആകാശവാണിയിൽ പോയിട്ട് അപേക്ഷ കൊടുത്തു, എനിക്കൊരു ചാൻസ് തരുമോ? ആകാശവാണിയിൽ നിന്ന് കത്ത് വന്നു, നിന്റെ വോയിസ് ടെസ്റ്റ് നടത്താൻ ഹാജരാവണം. ഇവൻ വീട്ടുകാരോടെല്ലാം പറഞ്ഞു, ആകാശവാണിയിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ആവേശത്ത് പോയി ഇവനൊരു റൂമിൽ കയറ്റി, ചുറ്റുവട്ടം കുറെ മൈക്കും ലൈറ്റെല്ലാം പിടിപ്പിച്ച്, എന്നിട്ട് പറഞ്ഞ് പാടിക്കോന്നു. ഈ മൈക്കും ഇതെല്ലാം കണ്ടപ്പോ ഇവന് സഭാകമ്പം കൊണ്ട് പാട്ടൊന്നും സംഗതികളൊന്നും വരുന്നില്ല. ലയം പോയി, ശ്രുതിയും പോയി, ആകെ തെറ്റിപ്പോയി. അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞു, നിന്നെ കൊണ്ട് ഇത് നടക്കില്ല, നീ പോയിക്കോന്നു. ഇവൻ വീട്ടിൽ പോയിട്ട് കരച്ചലോട് കരച്ചൽ. ഇവന്റെ അച്ഛൻ നാടകത്ത് പാട്ടുപാടാൻ പോകുന്ന ഭാഗവതന. അയാളുടെ പേര് അഗസ്റ്റിൻ എന്ന്. അഗസ്റ്റിൻ പറഞ്ഞു, നീ എന്റെ കൂടെ പാട്ടുപാടാൻ വന്നോ? അങ്ങനെ വയറ്റത്തടിച്ച് പാട്ടുപാടി 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 ഒരച്ചൊരച്ചൊരച്ച് കത്തിച്ചു. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ കണ്ണൂർ ആകാശവാണിയിൽ അങ്ങ് ഇങ്ങോട്ട് ഒരുപാട് പാട്ട് കേട്ടു. ആ പാട്ടിൽ മിക്ക പാട്ടുകളും ഈ പയ്യന്റെ പാട്ടായിരുന്നു. മിക്ക പാട്ടുകളും ഈ പയ്യന്റെ പാട്ടായിരുന്നോ? അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ ഇന്നെന്റെ ഉണ്ണിക്കരങ്ങേറുവാൻ അരിയ കണ്ണാടി ചില്ലൊത്ത തീരങ്ങളിൽ പറയുമാമാങ്കം പല കുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ നാവായിൽ. ഞാനിപ്പോ കേട്ട പാട്ടാ, എത്ര പാട്ട്. മറ്റൊരു പാട്ട്, ആവണി പൊൻപുലരി ആനന്ദ നീഹാര രത്നബിന്ദുക്കളാലിംഗനം ചെയ്ത പൂവേ, അരുണന്റെ രശ്മികൾ നിന്നെ തലോടുമ്പോൾ ആലസ്യമെന്തിനായി. എത്ര ആയിരം പാട്ട് അല്ലേ? ആരാന്റെ മോഷ്ടിച്ചത് പിടിച്ചുപോയാൽ ലജ്ജിക്കണ്ടേ? എന്നാൽ പാട്ടുപാടാൻ ലജ്ജിക്കണോ? കഥ പറയാൻ ലജ്ജിക്കണോ? പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് എന്തോ ഒരു സഭാകമ്പ. പാടാൻ പറഞ്ഞാല്, ഒരു പാട്ടുപാടുവാൻ മോളെ എന്ന് പറഞ്ഞാല് പ്ലാസ്റ്റിക് സഞ്ചി അടുപ്പിലിട്ട പോലെ, ഓയ് എന്നെ കൊണ്ടാവൂല, ചുളുങ്ങി അങ്ങ് പോകും. എന്തിനാ കാണിക്കുന്ന? പാട്ട് തെറ്റിപ്പോയി ആ പാട്ട് നിങ്ങൾ തലവെട്ടിക്കളിയോ? ജയിലിടുവോ? തെറ്റുന്നുണ്ടെ തെറ്റട്ടെ, അതുപോലെ പാട്. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പ് പ്രസംഗിക്കുമ്പോ പണ്ട് ഞാൻ വിക്കനാണ്. ഞാൻ ചെറുപ്പത്തിൽ വർത്താനം എന്നാ പറയാ. അതുകൊണ്ട് ആരോടും മിണ്ടാണ്ട് വർത്താനം പറയുന്ന ആത്ത ഞാൻ കണ്ണൂർ സ്കൂളിൽ പഠിക്കുമ്പോ അന്ന് സാഹിത്യ സമാജത്തിൽ പ്രസംഗിക്കാൻ എന്നോട് ബാലൻ മാഷ് പറഞ്ഞു. മാഷ് പറഞ്ഞാൽ പിന്നെ കേൾക്കണ്ടേ? പക്ഷെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് വേറെയാളെ
വീട്ടിൽ പോയിട്ട് ഞാൻ കരഞ്ഞു. അമ്മ വീട്ടിന്റെ അടുത്തുള്ള ഒരു 3ാം മാഷടക്ക് എന്നൊരു പ്രസംഗം എഴുതി കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ബൈഹാർട്ട് പഠിച്ചോട് മോനെ. ഞാൻ നിശീതിനിയുടെ നിശബ്ദതയിൽ എഴുതി തന്ന ആ പ്രസംഗം ബൈഹാർട്ട് പഠിച്ചു. വായിലിട്ട് ചവച്ചരച്ച് പിഴുങ്ങി ബൈഹാർട്ട് പഠിച്ചു. പിറ്റേന്ന് സാഹിത്യ സമാജത്തിന് പോയപ്പോ എനിക്ക് വിറച്ചിട്ട് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. എന്റെ പേര് വിളിച്ചു. ഞാൻ മൈക്കിന്റെ മുമ്പ് പോയിരുന്നു. അന്നിങ്ങനെ തടിയൊന്നുമില്ല, എനിക്ക് മെലിഞ്ഞിട്ട് പുകയിൽ തണ്ട് പോലത്തെ ഒരു ചെക്കനാണ്. കൈകൊണ്ടിരുന്ന തള്ള പോലത്തെ 2 കാലും മുറിയൻ ട്രൗസറുമായിട്ട് ഞാൻ മൈക്കിന്റെ മുമ്പിൽ നിന്നിട്ട് ആ ചെക്കനെ ഞാൻ കാണുക. ബഹുമാനപ്പെട്ട അധ്യക്ഷനും ശേഷം സഭാവാസികൾക്കും എൻ്റെ ഒപ്പുകൈ. ഇന്നത്തെ പ്രസംഗ വിഷയം അച്ചടക്കം എന്നതാണല്ലോ. അച്ചടക്കത്തെ കുറിച്ച് 2 വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. കംപ്ലീറ്റ് ഡിലീറ്റ് ആയിപ്പോയി. ഒന്നും കിട്ടുന്നില്ല. ഞാൻ കിടുകിടൊക്കെ പറക്കാൻ തുടങ്ങി. വായിലെ വെള്ളം പറ്റി, വണ്ണക്ക് പറ്റി, ആകെ പ്രശ്നം. കുട്ടികൾ പോവാൻ തുടങ്ങി. അപ്പൊ ബാലമാഷ് പറഞ്ഞു, ഒന്നും കിട്ടുന്നില്ലേ പോട് മോനെ. ഞാൻ പറഞ്ഞു, ഇത്രയും പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു, ജയിക്കുന്നു. അത് മറന്നുപോയില്ല. ഞാനപ്പാട് പോയി സദസ്സിലിരുന്ന് കുട്ടികളെ എന്നെ കുറവാക്കിയിട്ട് ഞാനാകെ ഭൂമി വെള്ളം താണുപോകും പോലെയായി. ഞാൻ ഡെസ്കിന്റെ മേലെ തലയും വെച്ച് ഒറ്റ കിടപ്പാണ്. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുട്ടികളെല്ലാം പോയിട്ട് ഞാനവിടെ കിടക്കുമ്പോ ബാലമാഷ് വന്നിട്ട് എന്റെ പുറത്ത് മുട്ടിയിട്ട് പറഞ്ഞു, നന്നായടാന്ന്. ഞാൻ പറഞ്ഞു, എന്തെന്ന് മാഷ് നന്നാവാൻ ഞാൻ പ്രസംഗിച്ചിട്ടില്ലല്ലോ. അന്നേരം പറഞ്ഞു, എന്താടാ പ്രസംഗ വിഷയോ? ഞാൻ പറഞ്ഞു, അച്ചടക്കോ. ഒരു കുട്ടിക്കും അച്ചടക്കമില്ലായിരുന്നു, നീ മാത്രം അച്ചടക്കത്തിലിരുന്ന്. അപ്പൊ അച്ചടക്കത്തെ പറ്റി പ്രസംഗിക്കലല്ല, അച്ചടക്കം എന്താന്ന് നീ കാണിച്ചു കൊടുത്തില്ലേ, അത് മതി. അപ്പൊ എനിക്കൊരു ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ അടുത്ത പരിപാടിയിൽ ഈ കൂവിയ കുട്ടികളോട് പ്രതികാരം ചെയ്യാൻ എന്റെ വീട്ടിന്റെ പിറകിലെ കശുമാവ് തോട്ടത്ത് കയറി. അവിടെ ഇരുന്നിട്ട് ആരും കേൾക്കുന്നില്ല, വായി തോന്നിയ പ്രസംഗിച്ചു. ആദ്യത്തെ പ്രസംഗം തെറ്റാണ്ട് പറയാൻ പറ്റി എന്തെങ്കിലും ആലോചിച്ചു. അപ്പോഴ 50 വരി എണ്ണാൻ നമുക്ക് പെട്ടെന്ന് കഴിയല്ലോ. അപ്പോൾ 50 വരി എണ്ണി പ്രസംഗിച്ചു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. ഇതാ ആദ്യത്തെ പ്രസംഗം. ഞാൻ ഒരച്ച് കത്തിച്ചിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ചില്ല. 132 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഇവിടത്തേക്ക്. 132 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ പ്രസംഗിക്കണമെങ്കിൽ അത് ഞാൻ ഒരച്ച് കത്തിച്ചത് കൊണ്ടാ. എന്റെ വിക്ക് പോയി, ധൈര്യം കിട്ടി, സഭാകമ്പം ഇല്ല, ബറതാങ്ങി വേണ്ട. ബറതാങ്ങി എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ സാധനത്തിന് എന്റെ നാട്ടിൽ പറയുക ബറതാങ്ങി എന്നാ. പ്രസംഗിക്കുന്നാക്ക് ബറക്കുമ്പോ താങ്ങി പിടിക്കുന്ന കൊണ്ട് ബറതാങ്ങി. മനസ്സിലായോ? നമ്മളുടെ നൈപുണ്യങ്ങൾ കേവലം പാഠപുസ്തകവും പരീക്ഷയുമല്ല. അതിനപ്പുറത്ത് നിങ്ങൾ ജന്മസഹജമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരച്ച് കത്തിക്കണം. ആ കത്തിക്കാനുള്ള സമയമാണ് നിങ്ങൾ എടുക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യലല്ല കേട്ടോ. നിങ്ങൾ ഇവിടെ എന്തോ ഒരു ദൗത്യവുമായിട്ട് വന്നതാണ്. ആ ദൗത്യം എന്താന്ന് നിങ്ങൾ കണ്ടത്? ദൗത്യം തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച അല്ലെ? പച്ച കളവ പറഞ്ഞു. ഇന്നോളം ഒരു തേനീച്ചയും തേനുണ്ടാക്കിയിട്ടില്ല. പൂക്കളാണ് തേനുണ്ടാക്കുന്നത് അല്ലെ? തേനീച്ച ചെയ്യുന്നത് പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് തേൻവലയിൽ കൊണ്ടുപോകുക വെക്കലാണ്. പക്ഷേ ഈ ഭൂമിയിൽ തേനീച്ചകൾ ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പ് പൂക്കൾ ഉണ്ടായിരുന്നു അല്ലേ? ആ പൂക്കളെല്ലാം ഈ മണ്ണിലടിഞ്ഞപ്പോ ആ തേനും മണ്ണിലടിഞ്ഞില്ലേ? ഇപ്പൊ പൂവിലുണ്ടാകുന്ന തേന് 10% വണ്ടും തേനീച്ചയും കുടിക്കുന്നുള്ളൂ. ബാക്കി 90% പൂക്കളിലെ തേനും മണ്ണിലടിയുന്നില്ലേ? അപ്പൊ കോടാനുകോടി വർഷങ്ങളായിട്ട് ഈ തേനെല്ലാം മണ്ണിലടിഞ്ഞിട്ടും എന്താ മണ്ണിന് മധുരമില്ലാത്ത? കാരണം തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. നല്ല മധുരമില്ലേ? നല്ല ഔഷധമല്ലേ? ഏറെക്കാലം നിൽക്കുന്നില്ലേ? എന്തുകൊണ്ടാണത്? സംഭവം സിമ്പിളാ. തേനീച്ച ആ തേന് വലിച്ചെടുത്തിട്ട് അപ്പടി തേൻവലയിൽ കൊണ്ടുപോയി വെക്കുകയല്ല. തേന് പൂവിൽ നിന്ന് തേനീച്ച തേന് കുടിച്ച് ദഹിപ്പിച്ച് അതിന്റെ എൻസൈം ചേർത്ത് ദഹിപ്പിച്ച തേനിനെയാണ്
തേൻവലയിൽ കൊണ്ടുപോയി പിന്നത്തേക്ക് വെക്കുന്നത്. മനസ്സിലായോ? ഇവിടെ തേൻ എന്ന് പറയുന്നത് അറിവാൻ, തേനീച്ച എന്ന് പറയുന്നത് നിങ്ങളാണ്. പൂക്കൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ നിന്ന് തേന് ശേഖരിച്ച നിങ്ങളുടെ മക്കളെ നിങ്ങള് അത് അപ്പടി കൊണ്ടുപോയി വെക്കരുത്. സ്വന്തം ബുദ്ധിയിൽ ചാലിച്ചു ചേർക്കണം. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും നിങ്ങളുടെ ഭാവനകളും നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ചേർത്തിട്ട് അത് നിങ്ങളുടെ അറിവാക്കി മാറ്റിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതമാകുന്ന വണ്ടി. ഇതിൽ ഡ്രൈവിംഗ് അറിയുന്ന എത്ര ആളുണ്ട്? വിദ്യാർത്ഥികൾ ഒന്ന് കൈവക്കുക. ഡ്രൈവിംഗ് അറിയുന്ന വിദ്യാർത്ഥികൾ. ഡ്രൈവിംഗിന്റെ പ്രത്യേകത അറിയാവോ? ലോകത്ത് ഒരു പണിക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഡ്രൈവിംഗിന് എന്തറിയാവോ? ലോകത്ത് കള്ളപ്പണി എടുക്കാൻ പറ്റാത്ത ഒറ്റൊരു പണിയേ ഉള്ളൂ ഡ്രൈവിംഗ്. കള്ളപ്പണി എടുക്കാൻ പറ്റൂല. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്യൂല എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ബ്രേക്ക് കുറച്ച് ചെയ്യൂട്ടാ പറ്റുമോ? സ്റ്റിയറിംഗ് തിരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഗിയർ മാറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട പണിയാണ് ഡ്രൈവിംഗ്. നിങ്ങൾ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ ഓടിക്കാറില്ല നമ്മുടെ പണി. നോ, എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണ്. അത് ഇടത്തോട്ട് പോണോ വലത്തോട്ട് പോണോ ചിലപ്പോൾ റിവേഴ്സ് ഗിയർ പോണ്ടി വരും. നിങ്ങൾക്ക് ആരെങ്കിലും ആരെങ്കിലും ഒരു മുട്ടായി തന്നാൽ ഉടൻ തന്നെ എന്താ മുട്ടായി തന്ന് ചോദിക്കാതെ അപ്പ കിട്ടിയ ചാൻസിന് വിഴുങ്ങരുത്. ആരെങ്കിലും എന്തെങ്കിലും കൂട്ടുകൂടി എവിടത്തേക്കും പോകുമ്പോ ഞാനും കൂടെ വരാം, എന്തിനാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടേ പോകാവൂ. അല്ലാതെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകുമ്പോ അതിന്റെ പുറകെ പോയാൽ നിങ്ങൾ ആരായി? നിങ്ങൾ വിഡ്ഢികളായി. മനുഷ്യന്റെ പ്രത്യേകത എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മ വേണം. മനസ്സിലായോ? അങ്ങനെ മുന്നോട്ട് പോകുമ്പോ നിങ്ങളുടെ കഴിവുകൾ വരച്ച് കത്തിക്കുക. നല്ല അതിൽ പരിശീലനം നേടുക. ഈ ചുറ്റുവട്ടമുള്ള ലോകത്തോടും മനുഷ്യരോടുമെല്ലാം ഒത്തുചേരാൻ പഠിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ സ്കൂളിലെ മാഷക്കാരെ ശമ്പളം കൊടുക്കുന്ന സർക്കാരല്ലേ? സർക്കാരിന് ആരാ പൈസ കൊടുക്കുന്നത്? ആരാ കൊടുക്കുന്നത്? ജനങ്ങളല്ലേ? അപ്പൊ നിങ്ങളെ പഠിപ്പിന്റെ ഉത്തരവാദി ഈ നാട്ടിലെ ജനങ്ങൾ കൂടിയല്ലേ? അപ്പൊ ആ സമൂഹത്തോട് ബന്ധം വേണ്ടേ? നിങ്ങൾ കുടിച്ചതാ, ഞാനിപ്പോ കുടിക്കുന്ന കുപ്പി, ആ കുപ്പി കുടിച്ചു കഴിഞ്ഞാൽ അത് ഫന്റെ ആവട്ടെ കോക്കക്കോള ആവട്ടെ കുപ്പിവെള്ളാവട്ടെ ഈ മണ്ണിലേക്ക് വലിച്ചെറിയുന്നില്ലേ? എന്തിനാ നിങ്ങളും ജൂൺ 5-ന് പരിസ്ഥിതി ദിനാചരണ പരിപാടി സംഘടിപ്പിക്കുന്നത്? ഈ കുപ്പിയും പ്ലാസ്റ്റിക്കും വലിച്ചെറിയാനാണോ? അല്ല. ഇത്രയും പഠിച്ചിട്ടും കേരളത്തിലെ പുഴകളിൽ മഴ പെയ്യുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പികൾ ഒലിച്ചു വരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മുടെ കുട്ടികൾ ഫുൾ A+ ആകുന്നു, പക്ഷേ അവർക്ക് ജീവിത നൈപുണ്യം ഉണ്ടായിട്ടില്ല എന്നതാണ്. നല്ല അറിവുണ്ട്, പക്ഷെ അറിവുണ്ടായിട്ടും മുട്ടായി തിന്നാൽ ആ മുട്ടായി കടലാസ് ചുരുട്ടി വെച്ചിട്ട് അതിന്റെ വേസ്റ്റിൽ തന്നെ കൊണ്ടുപോയി ഇടാൻ കാത്തു നിൽക്കാതെ അപ്പ വലിച്ചെറിയും. ഈ വലിച്ചെറിയുന്ന ശീലം, ചായ കുടിച്ച ഗ്ലാസ് പേപ്പർ ഗ്ലാസ് വലിച്ചെറിയും, അല്ലെ? ബിരിയാണി പ്ലേറ്റ് വലിച്ചെറിയും, ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചെറിയും. അതെവിടെയാ വലിച്ചെറിയുന്നത്? ആരുടെ മേലാ വലിച്ചെറിയുന്നത്? എല്ലാം വലിച്ചെറിയും. കുറെ കഴിയുമ്പോ അമ്മേനെ കൊണ്ട് ആവശ്യം വരില്ല, അമ്മേനെ കൊണ്ടുപോയിട്ട് വലിച്ചെറിയും. അച്ഛനെ കൊണ്ടൊരു ഉപകാരമില്ല, അച്ഛനെ കൊണ്ടുപോയിട്ട് വലിച്ചെറിയും. യൂസ് ആൻഡ് ത്രോ, അല്ലെ? ഈ സംസ്കാരത്തിൽ നിങ്ങൾക്ക് തിരിച്ചു വരണം. നിങ്ങൾക്ക് ബുദ്ധിശക്തിയുടെ വളർച്ച മാത്രം ഉണ്ടായ പോരാ. ബുദ്ധിശക്തിയുടെ വളർച്ചയുണ്ടായ പോരാ, എന്തുകൂടി വേണം? നിങ്ങൾക്ക് 8 നൈപുണികളുണ്ട് ജീവിതത്തിൽ. എന്താ അത്? എത്ര നൈപുണിയുണ്ട്? 8. സ്കൂളിൽ പോയി പഠിച്ചാൽ കിട്ടുന്നത് പ്രധാനമായിട്ട് ഒന്നാണ് IQ, ഇന്റലിജൻസ് ക്വോഷ്യന്റ്. ബുദ്ധിശക്തി മാത്രം വളർന്നിട്ട് കാര്യമുണ്ടോ? പോരാ. നിങ്ങൾക്ക് IQ മാത്രം വളർന്നിട്ട് കാര്യമില്ല. മാഷന്മാർ പറയുന്നത് മാത്രം പഠിക്കാനല്ല നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. മാഷന്മാർക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. കണ്ടേ? മാഷന്മാർക്ക് അറിയുന്ന മാത്രം പഠിക്കാനാണെങ്കിൽ ലോകം പണ്ട് തുടങ്ങിയെടുത്ത് നിൽക്കുന്നുണ്ടാവും. മാഷക്ക് അറിയാത്ത കാര്യങ്ങൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്തുകൊണ്ടാ ലോകം വളർന്നത്, പ്ലസ് ആയത്. ഒന്നും അത്രയാ 2. എന്നാൽ ഒരു കുട്ടിച്ചു പറഞ്ഞു,
ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു. രണ്ട് പുഴയും ഒത്തുചേരുമ്പോ രണ്ട് പുഴ ഉണ്ടാകുന്നില്ലല്ലോ, വലിയ പുഴയല്ലേ ഉണ്ടാകുന്ന. അതുകൊണ്ട് ഒന്നും രണ്ടല്ല, ഇമ്മിണി വലിയ ഒന്നാണെന്ന് പറഞ്ഞവനാണ് കേരളത്തിലെ ഏറ്റവും ലോകത്തറിയപ്പെടുന്ന ബുദ്ധിജീവി വൈക്കം മുഹമ്മദ് ബഷീർ. മാഷന്മാർ പറഞ്ഞ മാത്രം കേട്ടാ പോരാ. എന്റെ പേരെന്താ? ബബുൽഗഞ്ച വെക്കുന്നവനെ എന്താ ഇതിന്റെ പേര്? സാഗർ. സാഗർ എത്രാം ക്ലാസ്സിലാ? 7. എന്റെ സ്കൂൾ ഏതാ? ഇഗ്നേഷ്യ. ഡി ഗ്രേഷ്യ. ആ എണ്ണാൻ അറിയില്ലേ? എത്ര വരെ എണ്ണാൻ അറിയാം? എത്ര വരെ എണ്ണാൻ അറിയാം? അതറിയില്ല. അതാ പ്രശ്നം. നമുക്ക് എത്ര വരെ എണ്ണാൻ അറിയുമെന്ന് അറിയില്ല. പോട്ടെ, 1000 വരെ എണ്ണാൻ അറിയില്ല. 1 വലുത് 2 വലുത്? 2. എന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? ചേച്ചി. രണ്ടാമത്തോ ആരാ വലുത്? ചേച്ചിയല്ലേ വലുത്? അപ്പൊ 1 വലുത്, 2 ചെറുതല്ലേ? അപ്പൊ ഇന്ന് ആ കണക്കിന്റെ മാഷോട് ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്. വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്. മാഷുമാർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കല്ലേ? മനസ്സിലായോ? മാഷന്മാർ പറയുന്നത് മുഴുവൻ വിശ്വസിക്കല്ല. പുതിയത് അതുകൊണ്ട് അവന്റെ ബറുകന്റെ ആക്കി അവൻ ആശ്വാസം. അപ്പോ കണക്കിലെന്തോ പിഴവില്ലേ? കണക്കിലെന്തോ പിഴവില്ലേ? ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ സ്വന്തം വയസ്സാന്നറിയാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ഒന്ന്, ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാന്ന് ഓർമ്മയില്ല. രണ്ടാമത് ചോദ്യം പഠിക്കൂല. നല്ല വിദ്യാർത്ഥി നല്ല ചോദ്യം ചോദിക്കുന്നവനാ. നിങ്ങളിപ്പോ എങ്ങനെയാ പഠിക്കുന്നത്? ചോദ്യം വായിക്കും, ഉത്തരം പഠിക്കും. തെറ്റാണ്. നല്ല വിദ്യാർത്ഥി പഠിക്കേണ്ടത് ചോദ്യമാണ്. ഉത്തരം പഠിക്കേണ്ടവന്റെ ഉത്തരത്തിലെത്തണം. അടുത്ത ചോദ്യം ഞാൻ ചോദിക്കട്ടെ? അടുത്ത ചോദ്യം ചോദിക്കട്ടെ അല്ലെ? ഉള്ളവരില്ലാത്തവരോടോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കുക? ഉള്ളവര് ഇല്ലാത്തവരോടോ ചോദിക്കുക, ഇല്ലാത്തവരുള്ളവരോടോ ചോദിക്കുക? ഇല്ലാത്തവര് ഉള്ളവരോടല്ലേ? സ്കൂളിൽ അറിവുള്ളത് മാഷക്കോ കുട്ടിക്കോ? ഇല്ലാത്തതോ? അപ്പൊ ഇല്ലാത്തവരുള്ളവരോടല്ലേ ചോദിക്കണ്ടേ? അപ്പൊ ചോദ്യം ചോദിക്കണ്ടേ ആരാ? ആരാ? ഉത്തരം പറയേണ്ട ആരാ? പക്ഷെ ഇപ്പൊ ആരാ ചോദ്യം ചോദിക്കുന്നത്? ഉത്തരം പറയേണ്ട ആരാ? നിങ്ങൾക്ക് ഉത്തരം അറിയുമ്പോ പിന്നെ സ്കൂളിൽ പോവാ? ഉത്തരം അറിയായിട്ടല്ലേ സ്കൂളിൽ പോകുന്നത്? പിന്നെ ഏത് ഉത്തരം മാഷ് ചോദിക്കുന്നത്? മാഷന്മാർ കുറെ നിങ്ങൾക്ക് തരും അല്ലെ? നിങ്ങൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? എന്തിനാ വാങ്ങിയേ? മാഷ് ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാ മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ ഫോൺ എനിക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നപ്പോ ഇവന്റെ കയ്യിൽ ഫോൺ ഉണ്ടോ? ഇല്ല. അതുപോലെ പരീക്ഷയ്ക്ക് നിങ്ങൾ മാഷ് തന്നെല്ലാം തിരിച്ചു വരും. നിങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് ഉത്തരവുണ്ടോ? 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോ 8 പോയി, 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോ 9 പോയി. എന്തിനാണ് കഷ്ടപ്പെട്ടിട്ട് ആടെ പോയിരിക്കുന്നത്? അതിനു പകരം മാഷോട് ചോദിക്കണം. ചോദ്യം ചോദിക്കുമ്പോ നിങ്ങളുടെ തലയിൽ ഒരു സ്പേസ് രൂപപ്പെടും. അറിയാവോ? പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിനെ കൂട്ടിക്കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വീട്ടിന്റെ അകത്ത് റൂം വേണ്ട. അതുപോലെ വരനാണ് ചോദ്യം, വധുവാണ് ഉത്തരം. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്തെ സ്വീകരിക്കാൻ തലച്ചോറ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യും. ഈ ഫയല് വേക്കന്റ് ആയി കിടക്കുമ്പോ, ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഉത്തരത്തെ വലിച്ചുകൊണ്ടിരിക്കും. ക്ലാസ്സിൽ വെള്ളമില്ലേ? ഈ ക്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ ഇങ്ങനെ നിൽക്കൂലേ? ഈ ഗ്ലാസ്സിലെ വെള്ളം എന്റെ കയ്യിൽ കമഴ്ത്തി വെച്ചാൽ അവിടെ നിൽക്കുവോ? നിൽക്കുന്നുണ്ട്. മറിഞ്ഞു പോകുന്നില്ലല്ലോ. എന്താ വെള്ളം മറിഞ്ഞു പോകാത്ത? അതിങ്ങനെ പിടിച്ചാൽ വീഴുന്നില്ലല്ലോ. എന്താ വീഴാത്ത? ഇവിടെ എന്ത് മേടിക്ക? ഞാൻ കൊണ്ടുവന്ന ക്ലാസ് ഒന്നല്ല, ഇവിടെ നിൽക്കുക. ഇതാ ടൈറ്റാണ്. എങ്ങനെയാ ടൈറ്റായ? ഇതൊരു പ്രകൃതി നിയമമാണ്. ഞാൻ കൈ അമർത്തിയിട്ട് നടുകൊന്നിച്ചപ്പോ അവിടെ ഒരു അത്തിരി വാക്വം രൂപപ്പെട്ടു. ഈ വാക്വത്തിന്റെ കരുത്തിലാണ് ഇത് ടൈറ്റായിട്ട് നിൽക്കുന്നത്. ഈ വാക്വമാണ് നിങ്ങളുടെ തലയിൽ ഉണ്ടാവേണ്ടത്. ചോദ്യം ചോദിക്കുമ്പോ ഉത്തരത്ത് കിട്ടുന്നത് വരെ അത് വാക്വം തലയിൽ ഉണ്ടാകും. ഈ വാക്വം ചുറ്റുവട്ടമുള്ള അന്തരീക്ഷ വർഗത്തിന്റെ കരുത്തിലായി നിൽക്കുന്ന
മനസ്സിലായോ? ആ വാക്വം ചുറ്റുവട്ടത്തു നിന്നുള്ള അറിവിനെ വലിച്ചു പിടിക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കണം. എന്താ വേണ്ടേ? ചോദ്യം ചോദിക്കണം, ഉത്തരം കണ്ടെത്തണം. എന്റെ കൈയുടെ ഉള്ളിൽ വാക്വം രൂപപ്പെടുന്ന മറ്റൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം. കൈയിന് 4 ഭാഗം അമർത്തി വെച്ചിട്ട് നടുപൊന്തിക്കുമ്പോ കേട്ടോ പല കിളികളുടെ ശബ്ദവും ഞാൻ കൈ കൊണ്ടുണ്ടാകും. ഉണ്ടോ? വായ കൊണ്ടുണ്ടാക്കുന്ന അല്ല. ഈ കൈ അമർത്തി വെച്ചിട്ട് നടുപൊന്തിക്കുമ്പോ അതിനൊരു വാക്വം ഉണ്ടാകുന്നതിന് വായു തള്ളിക്കയറുന്ന ഒച്ചയാണത്. ഇത് കൈക്കുള്ളിൽ മാത്രം പോരാ, തലക്കുള്ളിലും വേണം. ആ തലക്കുള്ളിൽ വാക്വം രൂപപ്പെടണമെന്ന് വേണം. ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യോട് ചോദിക്കുക, കൂട്ടുകാരോട് ചോദിക്കുക, ഗൂഗിളിനോട് ചോദിക്കുക. അല്ലെ, ഗൂഗിളിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടൂലേ? പറയും. ചാറ്റ്ജിപിടിയോട് ചോദിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുക. അല്ലാതെ ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് പലരും എന്താ? കുറെ തമാശ കാണാൻ, കുറെ ഗെയിം കളിക്കാൻ. നിങ്ങൾക്ക് ഒരു ദിവസം 24 മണിക്കൂറല്ലേ? ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും തമാശകളും അതിലെ ഗെയിമുകളെല്ലാം കണ്ടു തീരണമെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ വേണം അറിയോ? ചുരുങ്ങിയ 100 മണിക്കൂർ വേണം. ഒരിക്കലും കണ്ടാൽ മതിയാവില്ല. നമ്മുടെ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമുള്ളത് പൈസയല്ല, നിങ്ങളുടെ വീടിന്റെ സ്ഥലമല്ല, നിങ്ങളുടെ വീടല്ല, നിങ്ങളുടെ വാക്കല്ല. ഏറ്റവും മൂല്യമുള്ളത് സമയമാണ്. കാരണം പ്രധാനമന്ത്രിക്കും 24 മണിക്കൂറാ, നമുക്കും 24 മണിക്കൂറാ. ഒരു പണി എടുക്കാതെ നടക്കുന്നതിന് 24 മണിക്കൂറാ. ആ സമയത്തിൽ 90 വയസ്സ് വരെ ജീവിക്കുമ്പോ നമുക്ക് 15 കൊല്ലം മാത്രമേ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് കിട്ടുന്നുള്ളൂ. ബാക്കി 75 കൊല്ലം ആകെ ഒരു ജന്മയുള്ളൂ മനുഷ്യനായിട്ട്. അടുത്ത ജന്മം കിട്ടുമെന്ന് ഉറപ്പത്തുകൊണ്ടാ ഇല്ല. 45 പോയി. ആ 45 10 കൊല്ലം കുളിക്കാനും ടോയ്ലറ്റും പണ്ടേ. കുളിമുറിയിലും കക്കൂസിലും എത്ര സമയ? പണ്ട് മുട്ടും മടക്കിയിരിക്കുന്ന നാടൻ കക്കൂസിൽ അധിക സമയം ഇരിക്കൂല. മുട്ടുപേരിനെ എടുത്തിട്ട് വേഗം എണീറ്റ് പോകും. ഇപ്പൊ സ്റ്റൂള് പോലെ യൂറോപ്യൻ ക്ലോസറ്റ് ആയപ്പോ ആടെ ഇരുന്നിട്ടാ സമയം ചെലവഴിക്കുക. ആടെന്നാണ് പലതും ഡൗൺലോഡ് ചെയ്യുന്ന ചെറുപ്പക്കാർ. മേലെ നിന്നും ഡൗൺലോഡിങ്, താഴെ നിന്നും ഡൗൺലോഡിങ്, രണ്ടും നടക്കും. അല്ലേ? 10 കൊല്ലം അങ്ങനെയും പോയി. ഇനി 35 10 കൊല്ലം സുഖമില്ലാണ്ട് കിടക്കൂ. പല വിധത്തിലുള്ള പനി, ജലദോഷം, തലവേദന, കടച്ചല് ഒക്കെയായിട്ട് 10 കൊല്ലം അങ്ങനെയും പോയി. ഇനി 25 ബാക്കി. 10 കൊല്ലം നമ്മുടെ ശരീരത്തിന്റെ മുടി ചീകണ്ടേ, പൗഡർ ഇടണ്ടേ, പൊട്ടു തൊടണ്ടേ, മീശ കത്തിയണ്ടേ, ഷേവ് ചെയ്യണ്ടേ, പിരിയം പിടിക്കണ്ടേ, മുടി അല്ലെ, ഡ്രസ് ഇടണ്ടേ, സാരി ഉടുക്കണ്ടേ. ഇതിനെല്ലാം കൂടി 10 കൊല്ലം ഒരു ആയുസിൽ പോയി. ഇനി എത്രയാ ബാക്കി? 15 കൊല്ലം. ആ 15 കൊല്ലമേ നമുക്ക് മനുഷ്യരാവണം. ആ 15 കൊല്ലം എനർജറ്റിക് ആയിട്ട് ഇന്നലെ ഇല്ലാത്തത് എന്തെങ്കിലും ഇന്ന് നേടിയിട്ടില്ലെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. 2023 ഒക്ടോബർ മാസം 21-ാം തീയതി ജീവിച്ചിരുന്ന ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് മരിച്ചുപോയി. നിങ്ങൾ അറിയോത്? ഞാൻ പറഞ്ഞത് മുഴുവൻ നിങ്ങൾ കേട്ടോ? 2023 ഒക്ടോബർ മാസം 21-ാം തീയതി ജീവിച്ചിരുന്ന ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് മരിച്ചുപോയി. പിന്നെ ആരാ ഇയാളിങ്ങനെ തടിയും മണ്ണും കൊണ്ട് ഇവിടെ നിൽക്കുന്ന ആരാ? ഇത് 2023 ഒക്ടോബർ 22-ന് ജീവിക്കുന്ന ഞാനാ. ഇനി എനിക്ക് ഒക്ടോബർ 21-ന് ജീവിക്കാൻ പറ്റുമോ? ഇന്ന് രാവിലത്തെ ചായക്ക് വേണ്ടി എനിക്ക് ഇനി തിന്നാൻ പറ്റുമോ? ഇനി തിന്ന വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയല്ലേ ആവൂ? അല്ലേ? ഇന്ന് രാവിലെ നമുക്ക് ഇനി ജീവിക്കാൻ പറ്റില്ല, ഇന്ന് ഉച്ചക്ക് ജീവിക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും നമ്മുടെ മുമ്പിൽ നിന്ന് മരിച്ചു വീഴുക. ആ സമയം നഷ്ടപ്പെട്ടു പോകുന്ന സമയം. ആ സമയത്തെ പകരം ഇതിന്റെ അകത്തെ സോഫ്റ്റ്വെയർ, ചിന്ത, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി അതെന്തെങ്കിലും വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്, വലിയ നഷ്ടമാണ്. ഇത് ചെറിയ സമയം കൊണ്ട് ഞാനൊരു കൊക്കിനെ ഉണ്ടാക്കിയില്ലേ? കൊക്കിനെ ഉണ്ടാക്കിയില്ലേ? പറക്കുന്നുണ്ടോ? ഇത് ഈ ഒരു പണി നിങ്ങൾ എടുക്കുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറെ ഘടകങ്ങളുണ്ട്. ഇതാ ഇപ്പൊ നിങ്ങൾ ചില ആൾ മനോഭാവം ഇത് വലിയ കാര്യമായി ഇതായിരിക്കും അറിഞ്ഞൂടാത്തതല്ലേ? യെസ്. പക്ഷെ അറിയോ, ഇത് നിങ്ങൾ ചെയ്തോ എന്നുള്ള വിഷയം. നിങ്ങളിത് ചെയ്യുമ്പോ ഈ മടക്കിന്റെ കൃത്യത, അതിന്റെ കൈവഴക്കം, അതിന്റെ ശ്രദ്ധ,
അതിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി രൂപപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ കടലാസ് കൊണ്ട്, കുരുത്തോല കൊണ്ട്, ഇലകൾ കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ബോറടിക്കുമ്പോ അതെന്തെങ്കിലും ഉണ്ടാക്കുക വേണ്ടേ? അല്ലാതെ ബോറടിക്കുമ്പോ അടുക്കളയിൽ പോയിട്ട് മിച്ചറും അവരും കട്ടുന്നല്ല വേണ്ടേ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക. അതിലൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ഉള്ളിൽ വളരും. ഇത് ചെയ്തു നോക്കൂ. നിങ്ങളുടെ കൈ, നിങ്ങളുടെ കണ്ണ്, സൂചിയിൽ നൂൽ കോർത്തിട്ട് ശീലമുള്ള എത്ര കുട്ടികളുണ്ട്? കൈവക്ക്. സൂചിയിൽ നൂൽ കോർത്ത് ശീലമുള്ളവർ ഒരു വക കുട്ടികളെല്ലാം ഉണ്ട് അല്ലേ? എന്നാ അതൊരു അത്ഭുതമാണ്. സാധാരണ ഒരു സ്കൂളിൽ ഇപ്പൊ കുട്ടികൾക്ക് സൂചിയിൽ നൂൽ കോർക്കാൻ അറിയില്ല. കാരണം ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി നിൽക്കാൻ ക്ഷമയില്ല. കാരണം മനസ്സ് കൊരങ്ങ ധ്യാനമാണ്, ശ്രദ്ധയില്ല. അതുകൊണ്ട് സൂചിയിൽ നൂൽ കോർക്കാൻ എല്ലാ ദിവസവും ശീലിക്കുക. അതൊരു ഏകാഗ്രതയാണ്. ഒരു പാട്ട് കേൾക്കുമ്പോ ആ പാട്ടിന്റെ വരികൾ ശ്രദ്ധിക്കുക, അതിന്റെ അർത്ഥം അന്വേഷിക്കുക. ആ പാട്ടിന്റെ തബല മാത്രം ശ്രദ്ധിക്കുക, ആ തബലയുടെ താളം ശ്രദ്ധിക്കുക, അതിന്റെ വയലിൻ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ഓരോന്നിന്റെയും ഘടകങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ വളർത്തുക. ഇങ്ങനെയാണ് ഐക്യു വളരുക. മനസ്സിലായോ? അല്ലാതെ ബൈഹാർട്ട് പഠിച്ചിട്ട് മാർക്ക് കൂടിയത് കൊണ്ട് മാത്രം ഐക്യു ഉണ്ടാവണമെന്നില്ല. നന്നായിട്ട് ഓരോ കാര്യത്തിലും ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തത് ഇമോഷണൽ ക്വോഷ്യന്റ് വേണം. ചിരിക്കേണ്ടടുത്ത് ചിരിക്കണം, ചിരിക്കാൻ പാടില്ലാത്തടത്ത് ചിരിക്കരുത്. കരയേണ്ടടുത്ത് കരയണം, കരയാൻ പാടില്ലാത്തടത്ത് കരയരുത്. ദേഷ്യം വരുന്നിടത്ത് ദേഷ്യം വരണം, ദേഷ്യം വരാൻ പാടില്ലാത്തടത്ത് ദേഷ്യം വരരുത്. മിക്ക കുട്ടികൾക്കും ദേഷ്യം വരുന്നത് 50 പൈസക്ക് 500 രൂപയുടെ ദേഷ്യം വരുന്നത് അമ്മമാര് പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കുടുക്ക് പൊട്ടിയാൽ മതി, 50 പൈസയുടെ കുടുക്കിന് ഉടൻ തന്നെ ശകാരം ഉണ്ടായിരിക്കും. അത് പൊട്ടിച്ച് നശിപ്പിച്ച് എന്താ കുഞ്ഞാൻ വേണ്ടി ആള് നിൽക്കുന്നുണ്ടോ, 50 പൈസക്ക് 500 രൂപയുടെ ദേഷ്യം വരും. അതാണ് കുട്ടികൾക്ക് ചെറിയ വിഷയത്തിൽ വല്ലാതെ ചൂടാവുന്നത്. അതുകൊണ്ട് എത്ര അതിന്റെ മെറിറ്റിനനുസരിച്ചിട്ട് ദേഷ്യം വരാൻ പാടുള്ളൂ, മെറിറ്റിനനുസരിച്ച് കരയാനും പാടുള്ളൂ. ചെറിയ വിഷയത്തിന് വലിയ വായിൽ കരയരുത്. എന്നാൽ വലിയ വിഷയം ഉണ്ടായപ്പോ ഒരു കരച്ചിലുമില്ല, മരവിച്ച് നിൽക്കും. പറ്റില്ല, കരയേണ്ടടുത്ത് കരയണ്ടേ. അതാ ഇമോഷണൽ ക്വോഷ്യന്റ്. അടുത്തത് പാഷണൽ ക്വോഷ്യന്റ്. ഒരു പൂവിനെ കാണുമ്പോ, ഒരു കുഞ്ഞിന്റെ പുഞ്ചിരി കാണുമ്പോ, ഒരു പ്രഭാതം കാണുമ്പോ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആനന്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് പാഷണൽ ക്വോഷ്യന്റ്. അടുത്തത് സ്പിരിച്വൽ ക്വോഷ്യന്റ്. ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവണം. സത്യമേ പറയാവൂ, സ്നേഹിക്കണം. അല്ലാതെ എല്ലാവർക്കും പിടിച്ചു പറിച്ച് എനിക്കേ വേണ്ടൂ എന്ന മനോഭാവം ഉണ്ടാവരുത്. അതാണ് ധാർമ്മിക മൂല്യങ്ങൾ. നിങ്ങളെല്ലാം ജനിക്കുമ്പോ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന മട്ടിലാണ് ജനിച്ച്. എന്നാൽ ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല, നിങ്ങളും കുഴപ്പമില്ല. ഈ അടിത്തറയിൽ ലോകത്തെയും പ്രകൃതിയെയും സമൂഹത്തെയും കാണുമ്പോ നിങ്ങൾക്ക് സ്പിരിച്വൽ ക്വോഷ്യന്റ് ഉണ്ടാവും, ധാർമ്മിക മൂല്യങ്ങൾ ഉണ്ടാവും. അടുത്തത് സോഷ്യോ ക്വോഷ്യന്റ്. ഞാൻ പറഞ്ഞില്ലേ, സമൂഹമാണ് നമുക്കിതെല്ലാം തന്നത്. എന്റെ ഭാഷ തന്നത് സമൂഹമാണ്. എനിക്ക് സംസാരിക്കാൻ എന്റെ തൊണ്ടയിലെ ഊർജം തന്നത് ആന്ധ്രയിൽ ഉദിച്ച സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി അവിടുത്തെ കർഷകരും തൊഴിലാളികളുമാണ്. അതിൽ നെൽച്ചെടികൾ വിളയിച്ചിട്ട് ആ അരിയാണ് രാവിലെ ദോശയിട്ട് തിന്നപ്പോ എന്റെ തൊണ്ടയിലെ ശബ്ദോർജമായി മാറുന്നത്. അതുകൊണ്ട് ഈ സമൂഹത്തോട് ഇഷ്ടം വേണം, പ്രകൃതിയെ ഇഷ്ടപ്പെടണം, എക്കോ ക്വോഷ്യന്റ് ഉണ്ടാവണം. എക്കോ ക്വോഷ്യന്റ്, പരിസ്ഥിതി ബോധം വേണം. പിന്നെ ഡൈവേഴ്സിറ്റി ക്വോഷ്യന്റ് ഉണ്ടാവണം. പലതാണ് നമ്മൾ, എല്ലാവരും ഒരുപോലെയാണ് ഉണ്ടാവുക. പലതല്ലേ നമ്മൾ പല ഹിന്ദുക്കൾ, മുസൽമാൻ, ക്രിസ്ത്യാനി അല്ലേ, കമ്മ്യൂണിസ്റ്റ്, BJP, കോൺഗ്രസ് അല്ലേ, രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ, സെബാസ്റ്റ്യൻ, എന്തെല്ലാം പേരിൽ നമ്മൾ അറിയപ്പെടുന്നു. അതിനെല്ലാം പൊരുത്തപ്പെടാൻ നമുക്ക് പഠിക്കണം അല്ലേ. അതെല്ലാം പൊരുത്തപ്പെടാൻ പഠിക്കണം. അല്ലാതെ എന്റെ പാർട്ടി മാത്രം ശരി, എന്റെ മതം മാത്രം ശരി, എന്റെ ദൈവം മാത്രം ശരി എന്ന് പറഞ്ഞിട്ടാ രാജ്യത്തുള്ള സകല കുഴപ്പമുണ്ടാവുന്നത് അല്ലേ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളെ കണക്കില്ലേ, കണക്ക് 10ാമത്തേനല്ലേ പൂജ്യം ഇടുക. അടുത്ത പൂജ്യം ഇടുമ്പോ പിന്നെ എത്ര കൊണ്ടാ ഗുണിക്കണ്ടേ? 20 കൊണ്ടാ ഗുണിക്കണ്ടേ? അടുത്ത പൂജ്യം ഇടുന്നത് 10ന്റെ കൂടി ഒരു പൂജ്യം ഇടുന്നത് എത്ര കൊണ്ടാ ഗുണിക്കണ്ടേ? 2 കൊണ്ടാ? 10 കൊണ്ടല്ലേ പിന്നെയോ? 1, 10, 100, 1000, 10000 10ന്റെ ഗുണിതല്ലേ നമ്മളെ കണക്ക്. അതുകൊണ്ടല്ലേ നമ്മൾ 10 കൂട്ടി വെച്ച പൈസക്ക് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തില്ലേ, സമ്പത്ത്. ഇനി മലയാളത്തിൽ മാത്രമല്ല 10, ഇംഗ്ലീഷിലും 10, 1, 10, 100, 1000. ഹിന്ദിയിലും 10, 1, 10, 100, 1000. സംസ്കൃതത്തിലും 10, 1, 10, 100, സഹസ്രം. എല്ലാ ഭാഷയിലും 10നാ പ്രാധാന്യം.
ഒരു ഭാഷയിലും 9 പ്രാധാന്യമില്ല, ഒരു ഭാഷയിലും 11 പ്രാധാന്യമില്ല. എന്താ 10 ഇത്ര പ്രാധാന്യം വരാൻ കാരണം അറിയാവോ? ആർക്കെങ്കിലും അറിയാവോ? ചിന്തിച്ചിട്ടുണ്ടോ? എന്താ 10 ഇത്ര പ്രാധാന്യമാണ്? ലോകത്തിൽ ഏത് ഭാഷയിലുള്ളവരും എണ്ണം പഠിച്ചത് സ്വന്തം വിരലുമേൽ എണ്ണീറ്റാ. എല്ലാവർക്കും എത്ര വിരല? 10. നക്ഷത്രങ്ങളുടെ രാജാവാരാ? ചന്ദ്രൻ. എന്നാൽ നക്ഷത്രങ്ങളുടെ ഒരു ഗ്രഹം പോലും അല്ലല്ലോ ചന്ദ്രൻ, ഗ്രഹത്തിന്റെ ഉപഗ്രഹല്ലേ. അപ്പോ നമ്മള് ശാസ്ത്രം പഠിക്കണം. ഈ മൈക്ക് കണ്ടുപിടിച്ചത്, എന്റെ വാച്ച് കണ്ടുപിടിച്ചത്, ഈ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്, ഈ ഫാന് കണ്ടുപിടിച്ചത്, ഈ ഷർട്ടിൻ തുന്നുന്ന മിഷ്യൻ കണ്ടുപിടിച്ചത് എല്ലാം ശാസ്ത്രമാണ്. സയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അന്ധവിശ്വാസികളാവരുത്. ദൈവവിശ്വാസികളായിക്കോട്ടെ, പക്ഷെ അന്ധവിശ്വാസികളാവണം. സയൻസ് ക്വസ്റ്റ്യൻ ഉണ്ടാവണം. അപ്പൊ എത്ര ക്വസ്റ്റ്യൻ വേണം? ഇതെല്ലാം ചേർന്നാലേ നമുക്ക് ജീവിത നൈപുണി ഉണ്ടാവും. എന്ത്? ബുദ്ധിശക്തി IQ, വൈകാരിക ശക്തി EQ, പിന്നെ സർഗാത്മക ശക്തി PQ, മൂല്യശക്തി എന്താ SQ, സ്പിരിച്വൽ ക്വഷ്യന്റ്, സാമൂഹ്യ ശക്തി സോഷ്യോ ക്വഷ്യന്റ്, പ്രകൃതിയോടുള്ള ബന്ധം എക്കോ ക്വഷ്യന്റ്, പിന്നെ വൈവിധ്യങ്ങളോടുള്ള പൊരുത്തം ഡൈവേഴ്സിറ്റി ക്വഷ്യന്റ്, പിന്നെ ലാസ്റ്റ് പറഞ്ഞ സയൻസ് ക്വഷ്യന്റ്. ഇത്രയും ചേരുമ്പോൾ മാത്രമേ നമുക്കൊരു പേഴ്സണാലിറ്റി ഉണ്ടാവൂ. ഈ പേഴ്സണാലിറ്റി പ്രധാനം. അല്ലാതെ കുറെ പഠിച്ച് നല്ല ജോലി കിട്ടി, ശമ്പളം വാങ്ങി, കൊട്ടാരം പോലത്തെ വീടെടുത്ത്, നല്ല കാറും വാങ്ങി ഇങ്ങനെ കിടക്കലാണ് ജീവിതമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അങ്ങനെ ഭക്ഷണവും വസ്ത്രവും എല്ലാം ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ കണ്ട നമ്മുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പോ അവിടെ ഒന്നും ഒരു സുഖം കിട്ടുന്നില്ല. അപ്പൊ സുഖം എവിടെയാണ് അന്വേഷിച്ചറിഞ്ഞ? പണ്ട് പഠിക്കുന്ന കാലത്തായിരുന്നില്ലേ രസം? അപ്പൊ അവിടെ ചെന്ന് നോക്കുക സുഖം. സ്കൂളിലേക്ക് തിരിച്ചു പോവാ, പൂർവ്വ വിദ്യാർത്ഥി സംഗമോ, തറവാട് സംഗമോ, അവിടെ സുഖമുണ്ടോ? എന്റെ കൂട്ടുകാരെ, നിങ്ങളെടുത്തുണ്ടോ എന്റെ ഹൃദയം എന്ന് അന്വേഷിച്ചു പോവുക. കാരണം വീട് കൊണ്ടോ ഭക്ഷണം കൊണ്ടോ വസ്ത്രം കൊണ്ടോ അല്ല സുഖം, വ്യക്തിത്വവും ആനന്ദവുമാണ് സുഖം. ആ ആനന്ദം ഉണ്ടാക്കാൻ ശരീരത്തിലല്ല ആനന്ദം വേണ്ട. ശരീരത്തിൽ ആനന്ദം ഉണ്ടാക്കാൻ ചിക്കൻ കബാബ്, അൽഫാം, അല്ലെ, ഷവർമ അന്വേഷിച്ചോടുക, ബേക്കറി, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അന്വേഷിച്ചോടുന്നു. ഓരോന്ന് തിന്നിട്ടും ആനന്ദം കിട്ടുന്നില്ല. അപ്പൊ ആനന്ദം കിട്ടാൻ എളുപ്പ വഴി പദാർത്ഥത്തെ ആനന്ദം. മനസ്സിന് ആനന്ദമല്ല, കവിതയല്ല, കഥയല്ല, ഈ ശരീരത്തിന് ആനന്ദം കിട്ടാൻ എന്താ മാർഗം? അതിനുള്ള വഴി നോക്കുമ്പോഴാണ് പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്. ഏതൊക്കെയത്? കരം, ദ്രാവകം, ബാധകം. കരമാണ് മയക്കുമരുന്ന്, ദ്രാവകമാണ് മദ്യം, ബാധകമാണ് പുക. അതാണ് ഈ ആനന്ദത്തിന് വേണ്ടി, പദാർത്ഥത്തെ ആനന്ദിപ്പിക്കാൻ വേണ്ടി മയക്കുമരുന്നിനും മദ്യത്തിനും പുകയ്ക്കും പുറകെ പോകുന്നത്. ഞാൻ എന്റെ ഗുരു ശരീരമാണെന്ന് ധരിച്ചവരാണ്, തന്റേടമില്ലാത്തവരാണ്, ഇച്ഛാശക്തി ഇല്ലാത്തവരാണ് ലഹരിക്കടിമയാവുന്നത്. മനുഷ്യന് മനസ്സാണെങ്കിൽ, നിങ്ങളുടെ മനസ്സാണ് ഗുരുവെങ്കിൽ മനസ്സിന്റെ ലഹരി തേടി ഇറങ്ങണം. മനസ്സിന്റെ ലഹരി കഥയിലുണ്ട്, കവിതയിലുണ്ട്, പാട്ടിലുണ്ട്, അറിവിലുണ്ട്. ആ അറിവിനെ പൂജിക്കുന്ന വേളയല്ലേ ഇത്? വിദ്യാദേവതയെ പൂജിക്കുന്ന നവരാത്രി എന്ന് പറഞ്ഞാൽ 9 രാത്രിയല്ല, നവങ്ങളായ പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാക്കുന്ന രാത്രിയായിരിക്കണം. നവം എന്ന് പറഞ്ഞാൽ പുതിയത്. നവോന്മേഷശാലിനി പ്രജ്ഞാ പ്രതിഭ. പുതിയ ഉന്മേഷമുണ്ടാക്കുന്ന പ്രജ്ഞയായി പ്രതിഭയെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ ജീവിത നൈപുണിയുടെ മുന്നോട്ട് പോയി നല്ല വ്യക്തിത്വമുള്ളവരാണ്. അല്ലാതെ കുറെ തിന്ന കിടന്നുറങ്ങുക, കുറെ കാലം കഴിയുമ്പോ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ കാലം ഇതാണ്. ആ കാലം ആരുടെയും പറക പോയിട്ട് എന്തെല്ലോ ചെയ്തിട്ട് അവസാനം ഒരു 10-50 വയസ്സാകുമ്പോ നല്ല കാലമല്ല, എന്തെല്ലോ ചെയ്തു പോയല്ലോ, ഒരു ഗുണവും ഇല്ലാണ്ടായി പോയില്ലേ എന്ന് ദുഃഖിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് എനർജറ്റിക് ആവുക, നിങ്ങളുടെ മനസ്സിനെ വളർത്തുക, മുന്നോട്ട് പോവുക. അത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്